അപ്പോൾ രസായനം കഴിക്കണം കേട്ടോ. എൻ്റെ അമ്മോ, അടിപൊളി ടേസ്റ്റാണ്. ഇതാണ് കഴിക്കേണ്ടത്. ഈ തെങ്ങും പൂക്കൾ രസായനം ഇതായതുകൊണ്ടാ നമ്മുടെ സുഹൃത്തിന് വേണ്ടി ചെയ്തതാണിത്. അപ്പം അത് ചെയ്തതിൻ്റെ നമ്മൾ ടേസ്റ്റ് ചെയ്യണത് അടിപൊളി സൂപ്പർ സാധനം. ഓക്കെ, ഇതാണ് വെച്ച് കഴിക്കേണ്ടത്. നമസ്കാരം. ഈ കർക്കിടക മാസത്തിൽ തെങ്ങും പൂക്കല രസായനം കഴിക്കുന്നത് തന്നെ വളരെ ആനന്ദവും ശരീരത്തിന് ഗുണവുമാണ്. നമ്മൾ ഇന്ന് തെങ്ങും പൂക്കല രസായനം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ ചേരുവയാണ് ആദ്യം പറയേണ്ടത്. നല്ല വിളഞ്ഞ തെങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഇളം ഗൗരിഗാത്രം പോലുള്ള തെങ്ങിൻ്റെയോ പാൽപ്പരുവത്തിലുള്ള ഒരു പൂക്കല അരച്ച് നന്നായിട്ട് എടുക്കുക. ഒരു നാഴിപ്പച്ചരി, അത് നെല്ലുകുത്തി അരിയുടെ പച്ചരി ആണെങ്കിൽ അത്രയും നല്ലത്, അരച്ചെടുക്കുക. ഇത് രണ്ടും കൂടി അരച്ച് വയ്ക്കുക. 2 തേങ്ങയുടെ പച്ചത്തേങ്ങയുടെ 2 തേങ്ങയുടെ പാല്, 1-ാം പാല് വേറെയും പിന്നെ 2ഉം 3ഉം പാല് വേറെയും മാറ്റി വയ്ക്കുക. ഒരു 1/2 കിലോ ഈന്തപ്പഴം, 1/2 കിലോ കരിപ്പട്ടി, നല്ല ശുദ്ധമായ പനം കരിപ്പട്ടി തന്നെ ഉപയോഗിക്കണം, മാറ്റി വയ്ക്കുക. 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂണ് ചുക്ക് പൊടിച്ചത്, പിന്നെ 1 സ്പൂണ് ജീരകം, 1 സ്പൂണ് ഏലക്ക. ഇത്രയും പൊടിച്ച് മാറ്റി വയ്ക്കുക. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട. ഇത്രയാണ് ഇതിൻ്റെ ചേരുവ. പിന്നെ നെയ്യ്, ഈന്തപ്പഴം ഒരു 1/2 കിലോ കീറി ഉപയോഗിക്കാം, അത് അരച്ചും ഉപയോഗിക്കാം. ഇതിൻ്റെ ചേരുവ. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഷയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. പിന്നെ നമ്മൾ ഇതിപ്പോൾ അരിയും പൂക്കുലയും അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പൂക്കുല രസായനം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനരച്ച് വെച്ചിരിക്കുന്ന സാധനമാണ് ഇത്. ഇരുമ്പ് ചീനച്ചട്ടി തന്നെ അരച്ചെടുത്ത പൂക്കുലയും അരിയും കൂടി അരച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്കുള്ള ചേരുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്പം ജീരകം, ഏലക്കായ്, 1 കഷ്ണം ചുക്ക്, പിന്നെ 5-6 കുരുമുളക്, ഇച്ചിരി ഉലുവ എന്നിവ അരച്ചെടുക്കണം. പിന്നെ ഈന്തപ്പഴം നമ്മൾ ചെറുതായിട്ട് കീറി ഇതരച്ചെടുക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം വറുത്ത് പൊടിച്ചിട്ട് ഇച്ചിരി പരിപ്പ്, കപ്പലണ്ടിയോ വറുത്ത് അല്ല അണ്ടിപ്പരിപ്പ് വറുത്ത് കിസ്മസുമായിട്ട് വറുത്തെടുക്കുക. ഇത് നെയ്യുടെ അകത്താണ് വെക്കുന്നത്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോ കാണിച്ചു തരും. ഇത് 2-3 മണിക്കൂറുണ്ട്. അത്രയും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് അത് ഷൂട്ട് ചെയ്യാനാണ് ഇരിക്കുന്നത്. പച്ചമരുന്ന് ചേർത്തില്ലെങ്കിലും നമ്മൾ ഇത് നാടൻ, ഇതാണ് യഥാർത്ഥ ഗുണം. അപ്പോൾ നമ്മൾ തെങ്ങിൻ പൂക്കല രസായനത്തിൻ്റെ ആദ്യം തേങ്ങാപ്പാലും പൂക്കുല അരച്ചതും കൂടി അടുപ്പത്ത് വെച്ച് ഇപ്പോൾ ഇത് വെക്കണം. ഇതൊരു 3 മണിക്കൂർ 4 മണിക്കൂർ പിടിക്കും. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് വീഡിയോ തീർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ചേരുവകളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ വീണ്ടും ഇത് ടൈറ്റായിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇത് നമ്മൾ തെങ്ങും പൂക്കലയും പാലും അരിയും കൂടി അരച്ചതാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് റെഡിയാകുമ്പോൾ വീണ്ടും കാണിക്കാം കേട്ടോ. നമസ്കാരം. നമ്മൾ തെങ്ങും പൂക്കലയും പാലും അരിയും കൂടി അരച്ചത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് ടൈറ്റായി വരണം. ടൈറ്റായി വരാൻ തന്നെ ഒരു 2-3 മണിക്കൂർ പിടിക്കും. അപ്പോൾ നമ്മൾ ചേരുവയെല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇനി ടൈറ്റാക്കി നമ്മൾ ഒരു 10 മിനിറ്റ് കൊണ്ട് വീഡിയോ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സെറ്റായി കഴിയുമ്പോൾ വീണ്ടും കാണിക്കാം. അപ്പോൾ എല്ലാവരും കാണുക. ഇപ്പോൾ ഈ പരുവായി, ഇപ്പോൾ നമ്മുടെ തെങ്ങും പൂക്കല ഈ പരുവായി. ഇനി ഇത് അലുവ പോലെ ടൈറ്റാകണം. ഇത് ഇരുമ്പ് ചീനച്ചട്ടി കൊണ്ടാണ് ഇത് ഇത്രയും കറുത്ത് പോയിട്ടുള്ളത്. ഇത് നല്ലോണം ടൈറ്റായി വരണം. അലുവ പോലെ ടൈറ്റായി വന്ന സമയത്താണ് നമ്മൾ നെയ്യ് ചേർത്തിട്ട് നമ്മളിത് ശരിയാക്കുന്നത്. അപ്പോൾ ഇനിയും ടൈറ്റാകാനുണ്ട്. ഇതിൽ വെള്ളം മുഴുവനും വലിഞ്ഞ് മാറിയിട്ട് ഇത് ടൈറ്റാകാനുണ്ട്. അപ്പോൾ എപ്പോഴും കാണിക്കാൻ പറ്റില്ല, എന്നാലും ഇത്രയും നിങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ മധുരം ചേർത്ത് ഇനിയിപ്പോൾ പാലൊഴിക്കുക. 1-ാം പാലൊഴിക്കുകയാണ്.
അപ്പോൾ ഈന്തപ്പഴവും കരിപ്പട്ടിയും പാലും ഒക്കെ ചേർത്ത് നമ്മൾ ഈ പരുവായി ഇനി ടൈറ്റ് ആവുന്നുണ്ട്. നല്ലോണം ടൈറ്റായി വരുന്ന സമയത്താണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത്. വിട്ട് വിട്ട് ഇത് കിട്ടും. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ച് ഈ പരുവായി കണ്ട, വിട്ട് വിട്ട് വന്ന പരുവായി. ഇനിയും ടൈറ്റാകാനുണ്ട്. ഈ ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ഗുണങ്ങൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇരുമ്പ് ചീനച്ചട്ടി എടുത്തത്. മനുഷ്യ ശരീരത്തിന് ഇരുമ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ഇച്ചിരി കൂടി ടൈറ്റ് ആകാനുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ. ഇപ്പം നെയ്യുടെ അകത്ത് നമ്മൾ വരട്ടിയെടുക്കുക. ഇതിനി കേട് കൂടാതിരിക്കും. ഒരുപാട് നമുക്ക് കഴിക്കാം. ഒരുപാട് ദിവസങ്ങൾ വെള്ളം വെച്ച് കഴിക്കാം. ഒരു ടിന്നിനകത്ത് വെള്ളം തൊടാതെ സൂക്ഷിച്ച് നെയ്യുടെ അകത്ത് ഇപ്പോൾ ഇത് വരട്ടി പരുവായി. ഇച്ചിരി കൂടി ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല പരുവായി. അപ്പോൾ ഇത് കേട് കൂടാതെ ഇരിക്കാനാണ് നമ്മൾ നെയ്യിനകത്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ആവശ്യമനുസരിച്ച് ഇച്ചിരി കുറച്ച് കഴിക്കാം. ഇപ്പോൾ ഏകദേശം പരുവായി കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ കേട് കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ തെങ്ങും പൂക്കള രസായനം റെഡി. ഇപ്പം നല്ല കണ്ടീഷനായി. അപ്പോൾ ഇത് നമുക്കിനി ഇത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് കൃത്യമായിട്ടൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിയും കഴിവും ഒക്കെ ആയിരിക്കും. പിന്നെ ആരോഗ്യത്തിന് എല്ലാവർക്കും കഴിക്കുന്നത് നല്ലതാണ്. കഴിവത് ഈ 50-60 വയസ്സ് കഴിഞ്ഞ പ്രായമുള്ളവരൊക്കെ കഴിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വേറെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പം പറയാൻ പറ്റില്ല. അതിനൊക്കെ എനർജി ഉണ്ടാവും. അപ്പോൾ അത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ശരി, അപ്പോൾ ഇനി പാത്രത്തിൽ കോരി വെച്ചിട്ട് കാണിക്കും. അപ്പോൾ പൂക്കൾ രസായനം കറക്റ്റായി കേട്ടോ. സൂപ്പർ, പരുവം കറക്റ്റായി. ഓക്കെ, അപ്പോൾ രസായനം കഴിക്കണം കേട്ടോ. എൻ്റെ അമ്മോ, അടിപൊളി ടേസ്റ്റാണ്. ഇതാണ് കഴിക്കേണ്ടത്. ഈ തെങ്ങും പൂക്കള രസായനം ഇതായതുകൊണ്ട നമ്മുടെ സുഹൃത്തിന് വേണ്ടി ചെയ്തതാണിത്. അപ്പം അത് ചെയ്തതിൻ്റെ നമ്മൾ ടേസ്റ്റ് ചെയ്യണത് അടിപൊളി സൂപ്പർ സാധനം. ഓക്കെ, ഇതാണ് വെച്ച് കഴിക്കേണ്ടത്.